എന്താ പിന്നെ ചെയ്യുന്നത്? ഹലോ ഹലോ. പണ്ട് ഒരിക്കൽ ഒരാള് എന്നോട് ഒരു പ്രോമിസ് ചെയ്തിരുന്നു, ഞാൻ ചിലത് മാറ്റി മറിക്കും, ചിലത് മാറ്റി പിടിക്കും, എൻ്റേതായിട്ടുള്ള തനതായ റെസിപ്പീസൊക്കെ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ. നിനക്ക് എപ്പോഴാണോ തോന്നുന്നത് നീ അത് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് അപ്പോൾ കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു അല്ലേ? വരൂ, ചിക്കൻ കറി ഉണ്ടാക്കാം. അങ്ങനെ പറ്റില്ലല്ലോ, മുട്ടയ്ക്ക് പകരം ചിക്കൻ ഇട്ടാൽ നന്നാവില്ലല്ലോ. ചിക്കൻ കറി വെച്ച് തരുമോ? എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവനവൻ ഉണ്ടാക്കണത് ഇഷ്ടപ്പെടാണ്ടാവുക അങ്ങനെയല്ല, ആരടുത്തുന്നെങ്കിലും ഇത്തിരി വ്യത്യാസമായിട്ട് കഴിക്കണം തോന്നുന്നു. തരുമോ ചിക്കൻ കറി? ചിക്കൻ എടുത്ത് വെള്ളത്തിലെടുത്ത് മനു എന്ത് ചിക്കൻ എടുത്ത് വെള്ളത്തിലുണ്ട്? നാട്ടുകോഴിയാണ്, അതായത് നാടൻ കോഴി. നാടൻ കോഴിയാണ്. മസാല വറുത്തരയ്ക്കോ? നാടൻ കോഴി അല്ലാണ്ടേ? അല്ല, നന്നായിരിക്കും. പൊറോട്ടയാണ്, പൊറോട്ട. ശരി, ഞാൻ ചിക്കൻ വെള്ളത്തിലെടുത്ത്. ഓക്കെ. 6:45. ഞാൻ കൗണ്ട് ഡൗൺ നിർത്തിയതല്ല. പ്രശ്നം എന്തറിയോ? ഇതന്നെ ഈ അട്ട എഴുതല്, ഈ അട്ട അങ്ങോട്ട് മാറ്റല്, ഇങ്ങോട്ട് മാറ്റല്. ചിക്കൻ, ഉള്ളി, തക്കാളി. അല്ല, ഞാൻ ആദ്യം സീരിയസ് ആയിട്ട് പറയാം. കണ്ണേട്ടൻ്റെ രീതിയിൽ കണ്ണേട്ടൻ ഉണ്ടാക്കാൻ പോവല്ലേ, അപ്പോൾ എങ്ങനെയൊക്കെ കണ്ണേട്ടൻ റെഫർ ചെയ്തു എന്തെങ്കിലും? ഓക്കെ, അപ്പൊ സാരമില്ല, ഫൈൻ. അത് ഇപ്പോ എല്ലാവരും ചെയ്യണം. എന്നിട്ട് കണ്ണേട്ടൻ്റെതായിട്ടുള്ള ഞാൻ കുറെ യൂട്യൂബ് ചാനലിൽ കൂടെ പോയി, ഇൻക്ലൂഡിങ് എന്റെ. ഓക്കെ. എന്നിട്ട് താങ്ക്സ്. എന്നിട്ട് ഞാൻ ഒരു ചാനലും ഫോളോ ചെയ്തിട്ടില്ല. ശരി, എനിക്ക് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു വഴി ഞാൻ ഇതിൽ എഴുതി വെച്ചു. ശരി, അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത്? എത്ര കിലോ ചിക്കൻ ആണ്? 1 കിലോ ചിക്കൻ. ശരി, അല്ലേ? 1 കിലോ നാടൻ ചിക്കൻ. നാടൻ ചിക്കൻ 1 കിലോ നാടൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് കുറച്ച് ഞാൻ നോക്കി പറയട്ടെ. ശരി. ഒരു 3 ഉള്ളി. ഓക്കെ. 3 തക്കാളി. ഓക്കെ. ഉള്ളി വേണമെങ്കിൽ ഈ സൈസ് ആയതുകൊണ്ട് മേ ബി ഒരു ഉള്ളിയും കൂടി എടുക്കാം. അത് അവിടെ ഉണ്ടല്ലോ ഒരു ഉള്ളി. ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതിൽ 4, ഇതിലെന്താ 3. ഓക്കെ, 4 ഉള്ളി, 3 തക്കാളി, 3 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഇത്രയും സാധനങ്ങളാണ് ആദ്യമായിട്ട് വേണ്ടത് എന്ന് അല്ലേ? ആണോ? ഓക്കെ. ശരി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ശരി, എങ്ങനെയാണ് മുറിക്കുന്നതൊക്കെ? ഉള്ളി നമുക്ക് ബേസിക്കലി നന്നായിട്ട് അരിഞ്ഞിട്ട് മറ്റേ ചിക്കൻ കറിക്ക് മുറിക്കണ പോലെ നീളത്തിൽ മുറിച്ച് വയ്ക്കുക. തക്കാളി കുറച്ച് കഷ്ണാക്കിയിട്ട് മുറിക്കുക. മുളക് ചീന്തിയിടുന്നതിന് പോലെ ഞാൻ ഇങ്ങനെ മുറിക്കണം, വട്ടത്തിൽ മുറിക്കണം പ്രാവശ്യം. ഓക്കെ. പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ. ഉണ്ണി എന്തായി? അല്ല, ഞാൻ റെഡി പോയിക്കൊണ്ടിരിക്കണം. അല്ല, ഞാൻ പറയണേ, ഞാൻ ആലോചിക്കുന്നു ഇത് മുറിക്കുമ്പോഴേ. ശരി. അതായത് ഞാനിപ്പോ മുറിച്ചു വെച്ചിരിക്കുന്ന ഉള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള വലിപ്പോ ടെക്സ്ചറോ എന്താ പറയാ, നിങ്ങൾ എന്താ പറയാ, അതിന്റെ ടെക്സ്ചറോ സൈസോ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല. അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് എന്തറിയോ, എന്റെ ഒരു ഐഡിയ. അതായത് ഒരുപാട് ഇപ്പൊ പെൺകുട്ടികളായിക്കോട്ടെ, ആൺകുട്ടികളായിക്കോട്ടെ, ആണുങ്ങളായിക്കോട്ടെ, അതായത് കുക്കിങ്ങിന്റെ ഒന്നും അറിയാത്ത, എന്നെ പോലെയുള്ള ABCD അറിയാത്ത കുറെ ആൾക്കാർ, അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഒന്ന് കയറി ട്രൈ ചെയ്യണമെന്ന്. അപ്പൊ അവർക്ക് പറ്റുന്ന ചെറിയത് ഒരു ജേണി പോലെ നമുക്ക് ഇങ്ങനെ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? നല്ലതാ. കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഡിഷസ്
കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിമ്പിൾ ചെയ്യുന്ന ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ സംശയം നിന്നോട് ചോദിച്ചിട്ട് ഓ ആയിക്കോട്ടെ. എന്നിട്ട് ഇപ്പൊ ഇന്ന് ചിക്കൻ കറി സിമ്പിൾ ചിക്കൻ കറി അത് ചെയ്യാം, കോംപ്ലിക്കേറ്റഡ് ആവാത്തത്. അത് ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പൊ നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. അപ്പൊ ഇതിപ്പോ അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കണ്ണേട്ടനൊരു കാര്യം അറിയോ, കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ബസ്റ്റർ ആണ്. അതെ. കണ്ണേട്ടന് ടെൻഷൻ ആവുണ്ടോ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, പക്ഷെ ഒരു സുഖം, ഒരു മനസ്സുഖം. അതൊരു കലയായിട്ട് അങ്ങോട്ട് എടുത്ത് നല്ല സന്തോഷത്തോടു കൂടി കണ്ണേട്ടൻ ഉണ്ടാക്കി തരുന്ന ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉണ്ടാവുമ്പോ ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ കണ്ണേട്ടന്റെ മുട്ടക്കറി അത് ഭയങ്കര ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ട്രാവലിംഗ് ഒക്കെ തുടങ്ങുന്നവരെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാലോ. അതെ, ആ മുട്ടക്കറിയുടെ ഒരു പ്രോത്സാഹനാണ് ചിക്കൻ കറിക്ക് ട്രൈ ചെയ്യാന്നൊരു. അതാണ് എന്താ വെച്ചാ കിച്ചുവൊക്കെ ഭയങ്കര ഇങ്ങനെ കുടിക്കണ കാണും മുട്ടക്കറിയൊക്കെ. സോ എന്തായാലും കണ്ണേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ പച്ചമുളക് ഇങ്ങനെ വട്ടത്തില് പറഞ്ഞില്ലേ, അത് ചിക്കൻ കറിയിൽ ഇങ്ങനെ കടിക്കുമ്പോ സുഖം ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നീളത്തിലിടും, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാക്കിയിട്ടിടും. അങ്ങനെ ആക്കിയിട്ടാലും നമുക്ക് ഉരുളി വെച്ചാലോ, അത് ചൂടാവണ്ടേ. എല്ലാം ആയില്ലേ? അപ്പൊ ഉരുളി വെച്ചോളൂ. ഏത് എണ്ണയാണ്? വെളിച്ചെണ്ണ എടുക്കാം അല്ലേ? ഓ ആയിക്കോട്ടെ. വെളിച്ചെണ്ണയുടെ കണക്ക് എന്റെ ഒരു കണക്ക് പ്രകാരം 4 to 5 ടീസ്പൂൺ ആണ്. ടീസ്പൂൺ ടേബിൾ സ്പൂൺ കത്തിക്കൂ. ഇവിടെ പിന്നെ എനിക്ക് ഒരുപാടുള്ളത് ഫിനിഷ് കിച്ചണിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട്, കാരണം ഇതൊക്കെ കണക്കാണ്. കണ്ടോ, ഇത് ടേബിൾ സ്പൂൺ ആണ്. കത്തിച്ചോ? കത്തിച്ചു. ഓക്കെ, താങ്ക് യു. എത്ര ടേബിൾ സ്പൂൺ എടുക്കണം? 5. ഓക്കെ. ഞാൻ സാധാരണ ഞാനിങ്ങനെ വിടാറല്ലേ പതിവ്. ഞാൻ ഇപ്രാവശ്യം കറക്റ്റ് 3 മറ്റേ അളവ് വഴിക്ക് പോട്ടെ. 4 5 മതിയില്ലേ? മതിയാവും, കൂടുതൽ വേണ്ട. ശരി, അതിലേക്ക് ഇതിന് ആദ്യം മരത്തിന്റെ കയ്യിലും ഇവിടുത്തെ ലൈറ്റ് ഇട്ടാലോ? അല്ലല്ല, ഇത് മതി. എന്നിട്ട് അത് ഓൺ ചെയ്യണം. അത് ശരി. ഓക്കെ, ഒരെണ്ണം ഇട്ട് നോക്കാം. ഓക്കെ. ഓക്കെ. ആദ്യം അപ്പൊ ഉള്ളിയാണ് ഇടുന്നത്? ആദ്യം ഉള്ളിയാണ്. ശരി. ചോപ്ഡ് ഓണിയൻ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്. സ്ലൈസ്ഡ് ഓണിയൻ. സ്ലൈസ് ആണ്. ചോപ്പ് ചെയ്തില്ലല്ലോ കണ്ണേട്ടൻ. അപ്പൊ ഇതിനെ സ്ലൈസ് എന്ന് പറയാ? അതെ, ചോപ്പ് എന്ന് പറഞ്ഞാൽ കുരുകുരുകുരേന്ന്. അതാണ് ചോപ്പ്. അതെ. ഇത് സ്ലൈസ്. നല്ല മണം വരുന്നു. വെളിച്ചെണ്ണയുടെ ഐഡിയ 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് എന്ത് ചെയ്യണം? ഇത് ആവണം ഈ ഉള്ളി. ഓക്കെ. ഫ്ലെയിം ഫുൾ ഫ്ലെയിമാ? അത് ഫുൾ ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്. ഓക്കെ. ഉപ്പൊന്നിട്ട് കൊടുക്കും? അല്ല, ഞാൻ പറഞ്ഞു തരുകയാണ്. അല്ലല്ല, ഇതിൽ ഉപ്പിടണ്ട. ഉള്ളിയിൽ ഉപ്പിട്ട പറഞ്ഞു തരുകയാണ്. ആസ് എ സ്റ്റുഡൻറ് ഐ എം ടെല്ലിങ് യു. ഉള്ളിയിൽ ഉപ്പിട്ടാൽ ഉള്ളിയുടെ മോയ്സ്ചർ പെട്ടെന്ന് ഇതാവും. പിന്നെ പെട്ടെന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പിട്. ഉള്ളി വഴറ്റാൻ പെട്ടെന്ന് നടക്കും ആ പ്രോസസ്, ആ കെമിക്കൽ പ്രോസസ്. സാധാരണ കുറച്ചിട്ടാ മതി. ഉള്ളിക്ക് ഉപ്പ് അത്ര മതി. മതി. ആ കെമിക്കൽ പ്രോസസ് പെട്ടെന്നാവും. അല്ല, ഇത് വിനീസ് കിച്ചന്റെ ടിപ്സ് അല്ല, എല്ലാവരും ചെയ്യണതാണ്. ഇതിപ്പോ 10 മിനിറ്റ് ആയിക്കോട്ടെ. അപ്പൊ 5 മിനിറ്റ് നമ്മളുടെ 10 മിനിറ്റ് പറഞ്ഞു കണ്ണേട്ടൻ. 5 മിനിറ്റ് ആവുമ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോണെ? അടുത്ത സ്റ്റെപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 2 മിനിറ്റ് കൂടി ആവട്ടെ.
ഇത് ഇനി ആവണം. ആ 2 മിനിറ്റ് അപ്പൊ കണ്ണേട്ടൻ ബിസ്തയാണോ ഉണ്ടാക്കണേ? സിമ്പിൾ ചിക്കൻ. അതല്ല, ഈ ഒരു പ്രോസസ് ഇല്ലേ ഇങ്ങനെ ഉള്ളി മൂത്ത് വരുന്നത്, അതിനെ ബിസ്ത എന്നാ പറയും. ഞങ്ങൾ ഉള്ളി മൂപ്പിക്കാന്നാ പറയും. അപ്പൊ എന്താ വേണ്ടത്? ഇതാ കരിയണു അടിയിലൊക്കെ. എന്താണിത് അവനോന്റെ ഉയരത്തിന് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചത് ഈ മേപ്പോട്ട് നോക്കിട്ട് വായിക്കുന്നത്. ഓക്കെ, ഇതാ കരിയണു. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? TBS എന്ന് പറയുന്നത് ടേബിൾ, TSP എന്ന് പറയുന്നത് അത് മനസ്സിലായി. അതാ കരിഞ്ഞു, ആളെ പഠിപ്പിക്കുന്നു. ഇതാ കരിഞ്ഞു. അതാ അടിയിലൊക്കെ നോക്ക്. അതല്ലേ മീഡിയം മീഡിയം. എന്ത് ആ സ്പൂൺ അതാ എണ്ണ താഴെ ഊറ്റി. ആ സ്പൂൺ എടുത്തൂടെ? ഒരു സ്പൂൺ. ഇങ്ങനത്തെ കണ്ണേട്ടൻ മതിയില്ലേ? മതി മതി. എത്ര പറഞ്ഞവര്? അവരോ ഇത് ആരെഴുതിയത്? എനിക്കിപ്പോ കൺഫ്യൂഷനായി. അല്ല, അവര് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞില്ലേ പലത് കണ്ടിട്ട് ഞാൻ ചെയ്തതാണ്. ടെൻഷനായല്ലോ. എന്താണത്? കരിഞ്ഞോ? ഇല്ല. ഇനി മൂപ്പിക്കണോ? വേണ്ട വേണ്ട വേണ്ട. കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടല്ലേ? ഈ ആകാശം നോക്കൽ എന്താണാവോ നിൽക്കുക. 2 സ്പൂൺ ഇട്ടത്. എനിക്ക് ഈ സ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ ചെറിയൊരു വ്യത്യാസം. ഇപ്പൊ ഇടേണ്ടത് നമുക്ക് ബേസിക്കലി 2 സ്പൂണാണ്. ഇട്ടുമല്ലോ? ഇട്ടു. ഇനി അതിലേക്ക് ടൊമാറ്റോ ഇടട്ടോ. ആയിക്കോട്ടെ. ലേശം കറിഞ്ച് വിട്ടത്. പച്ചമുളക് അതാ നോക്കി. പച്ചമുളക് വേണം. അതാ പോയി. പുറത്ത് വീഴുന്ന സാധനങ്ങൾക്ക് എന്നെ കുറെ വീഴുന്നുണ്ടല്ലോ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നിങ്ങനെ മാന്തി എടുക്കുക. പാതാളക്കരണ്ടി കൂടി കൂടെ വയ്ക്കുക. ഇതൊക്കെ ഇടാനേ കയ്യ പൊള്ളിക്കരുത്, ഞാൻ പറയാലോ. തക്കാളി അങ്ങോട്ട് കിട്ടുമ്പോ ഒരു മണം വരില്ല. എത്ര പരിതാപമായിട്ട് ചോദിക്കുന്നത്. അല്ല, എനിക്ക് മറ്റത് കുറവണതിന് ശേഷം മണം എനിക്ക് പകുതി അടിക്കുള്ളൂ. എനിക്ക് മുഴുവൻ അടിക്കും. ഇതിപ്പോ എന്താ വേണ്ട? പേസ്റ്റ് ആവണോ? 2 മിനിറ്റ്. 2 മിനിറ്റ്. കള്ള കോപ്പി അടിക്കണ പോലെ. 2 മിനിറ്റ്. 2 4 അപ്പൊ ഇല്ല, 2 മതി. ഇതാ ഇവനെ എന്തിനാ ഓടിച്ചോണ്ടിരിക്കുന്നത്? അത് ഓഫ് ചെയ്ത് അത് എനിക്കകത്ത് യന്ത്രങ്ങളൊന്നും ഇഷ്ടല്ല കിച്ചണില്. 2 മിനിറ്റ് ആക്കിയിട്ട് ടർമറിക് പൗഡർ, മീഡിയം ഹീറ്റ്. ടർമറിക് പൗഡറാണ് എൻ്റെ. ഞാൻ വിചാരിച്ചു എന്താ ഞാൻ മിസ് ചെയ്യുന്നത്. ഈ സാധനം ഒന്ന് പൊളിക്കണോണ്ട് കുഴപ്പമില്ല. ഏത്? ഇതേ വേറെ നേരത്തെ അതിന് എണ്ണ താഴെ പോയത്. ടർമറിക് പൗഡർ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ എഴുതിക്കുന്നത് ഇപ്പൊ തെറ്റിയതാണ് സംശയം. ഇല്ല, അത് തന്നെയാണ് ടർമറിക് പൗഡർ. അത്രയും ഇത് കഴിയില്ലേ? കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. അരയിട്ടു. ഉള്ളി നന്നായി കറക്കണത്ര. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പോണ കുട്ടികളൊന്നും ഇത് കണ്ട് പഠിക്കുന്ന കേട്ടോ. ഇത് അടി ഇവിടുത്തെ പാഴ്സലിൽ വരുവാണെങ്കിൽ ഇത് ബാച്ചിലർമാർ മാത്രം ചെയ്താൽ മതി. അതായത്
തെറ്റ് പറ്റിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് മാത്രം ചെയ്താൽ മതി. ഇതെന്താ പേസ്റ്റ് ആവാത്ത? പേസ്റ്റ് ആവും, അത് അങ്ങനെ കുഴാവണം. അതിനെ എന്താ ആവാത്ത? അടച്ചു വെച്ച് വേവിക്കണം, അപ്പോഴല്ലേ കുഴാവൂ. ഇല്ല അങ്ങനെ അടച്ചു വെച്ചൊന്നും വേവിക്കാൻ പറ്റില്ല. എന്റെ 10 മിനിറ്റ് ആയിട്ടുള്ള അത് ഓഫ് ചെയ്ത് പോയി. അത് കേട് വന്നു. അത് കേട് വന്നതല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പഠിച്ചതിൽ ഉള്ളി 10 മിനിറ്റ് പറയുമ്പോഴേക്കും ഇതിൽ 7 മിനിറ്റ് ആകുമ്പോഴേക്കും എന്താ ഗ്യാസിന്റെ എന്താണ് പറയാ, ചൂട് കൂടുതലാവും. അതേമാതിരി തന്നെ ഉള്ളിയുടെ വ്യത്യാസം അതൊക്കെയാണ്. അതായത് ഒരാൾക്ക് 10 മിനിറ്റിൽ നിങ്ങൾ ഇത് ആവുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെ ഗ്യാസ് എന്താണ്, ചിലപ്പോ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കണമെങ്കിലോ. അതാണ് കേട്ടോ. അതായത് കുക്കിങ്ങിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം എന്ന് പറയുന്നത് എന്തറിയോ, ഇത് ഈ ടൈം എഴുതി വെക്കില്ലേ നമ്മള്, 10 മിനിറ്റ് ചൂടാക്കുക, 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലരുടെ ഗ്യാസിന്റെ ചൂടിന് 5 മിനിറ്റ് കൊണ്ടാണ് ചൂടാവും. ഇതപ്പോ കുഴയായില്ലേ, ഇനി അതിലേക്ക് എന്താ ഇടുന്നത്? അതാ നോക്കി, എനിക്ക് വയ്യ എന്റെ കൃഷ്ണ. തന്നെ ചിക്കൻ ഇപ്പോഴോ മുളക് പൊടി ഒന്നും ഇടണ്ടേ? മുളക് പൊടി എവിടെ? അതൊക്കെ ലാസ്റ്റാണ്. ചിക്കൻ ഇടും. ചിക്കൻ ആയില്ലേ? തക്കാളി ഇതായില്ലേ? സോഫ്റ്റ് ആയില്ലേ? നിന്റെ ഒരു കണക്ക് പ്രകാരം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കന് വേദനിപ്പിക്കാത്ത രീതിയിൽ ഇടുക. ആടൻ കോഴിയാണ്, വേവ് കൂടും. പിള്ളേർക്ക് ഇന്ന് പതുക്കെ കൊടുക്കാം. പിള്ളേർക്കൊക്കെ വിഷ്കാരം സമയത്ത് 7:15 ഒരു KFC വേണമെങ്കിൽ ഓർഡർ ചെയ്തു. ഇതിങ്ങനെ പൊത്തിപ്പിടിപ്പിക്കേ. പൊത്തി വെക്കുന്നത് എന്താണ്? ദം ബിരിയാണിയാണ് ഉണ്ടാക്കണേ. അല്ല, ഇതിപ്പോ പൊത്തിപ്പിടിപ്പിക്കല്ലേ? ഇതിനെ പൊത്തിപ്പിടിപ്പിക്കാന്നാ പറയുക. അല്ലേ, ഞങ്ങളവിടെയൊക്കെ ഇളക്കുക എന്നാണ് പറയുക. ഞങ്ങൾ അവിടെയൊക്കെ പാലക്കാടൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പൊത്തിപ്പിടിപ്പിക്കാണ്. പൊത്തിപ്പിടിപ്പിക്കുക എന്തൊക്കെയാണ്? ഞാൻ പാലക്കാടല്ലേ. അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എനിക്ക് മനസ്സിലാവാത്ത വഴികളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഭ്രാന്തനെ പോലെ. അത് ലാസ്റ്റ് പറഞ്ഞത് മാത്രമേ എനിക്ക് മനസ്സിലായി. ഇനി എന്താ വേണ്ടത്? ഇനി ചിക്കൻ ഒന്ന് 2 to 3 മിനിറ്റ്സ് ചിക്കൻ ഒന്ന് ബ്രൗൺ ആയിക്കാന്ന്. ബ്രൗൺ ആക്കേ? ചിക്കനെ ബ്രൗൺ ആക്കണം. എന്താണ് അമ്മ അത്? ചിക്കൻ ഒന്ന് ബ്രൗൺ ആക്കി തരും. ചിക്കൻ ഒന്ന് ഇതിപ്പോ ഡീപ് ഫ്രൈ ആണോ വേണ്ടേ? പിന്നെ അങ്ങനെ ചിക്കൻ ബ്രൗൺ ആക്കുക? ബ്രൗൺ ആവും. ഇതൊക്കെ വെച്ച് ചിക്കൻ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ബ്രൗൺ ആവും. എങ്ങനെ കുഞ്ചാ? നാടൻ കോഴിയല്ലേ? ഇനിയിപ്പോ നാടൻ കോഴിക്കും ബ്രോയിലർ കോഴിക്കും വേറെ വേറെ നിയമമുണ്ടോ? ഉണ്ട്. എന്നാൽ അത് ബ്രൗൺ ആവും. നാടൻ കോഴി ആയാലും ബ്രൗൺ. എന്താ നാടൻ കോഴിക്ക് ബ്രൗൺ ആയാൽ കുഴപ്പം? അടിപൊളി. ശരി ആവട്ടെ. ഇത് ബ്രൗൺ ആവില്ല കുഞ്ചാ. കണ്ണേട്ടൻ എന്ത് ബ്രൗൺ ആണ് ഉദ്ദേശിക്കുന്നത്? വർക്ക് കോരി എന്താ ബ്രൗൺ ആവണ്ടത്? എന്തെങ്ങനെ വിട്ടാണ്ടി നിൽക്കണ? എനിക്ക് പേടിയാവണം. പൊറോട്ടയും പഞ്ചസാരയും കൂട്ടി കഴിക്കേണ്ടി വരും. നീ ഒരു കാര്യം ചെയ്യാതെ 2 KFC ഓർഡർ ചെയ്യും. ബാക്കപ്പ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ KFC കൊടുക്കാം. അല്ല, കണ്ണേട്ടൻ എന്തിനാണ് ബ്രൗൺ ചെയ്യണെന്ന് പറയും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചിക്കൻ ബ്രൗൺ ആവില്ല? ബ്രൗൺ ആവില്ല കുഞ്ച, ഇതിങ്ങനെ കടന്ന് വേവും. എന്നാ വേവട്ടെ, ഒരു 3 മിനിറ്റ് വേവട്ടെ. വെള്ളം ഒഴിക്കാണ്ട് എങ്ങനെ വേവും? വെള്ളം ഒഴിക്കാനായിട്ടില്ല. ഇനിയാണ് പ്രോസസ് കിടക്കുന്നത്. ഇനിയാണ് പ്രോസസ്. മാന്യ മഹാജനങ്ങളെ, ഞാനേ ഹീറ്റ് മീഡിയക്കില്ലേ ഹൈയിൽ പോണം. അല്ല അമ്മ, അല്ല ഞാൻ ആലോചിക്കണതല്ല, വാട്ടർ ഞാൻ എഴുതിയിട്ടില്ല. വെള്ളം ഒഴിക്കണ്ടേ? ഇനി ഇതൊക്കെ എടുത്ത് മനോ മണം വരുന്നുണ്ട്. താങ്ക് യു മനോ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്ത്? അടിപൊളി. ഓക്കെ, ഇനി ഇതിലേക്ക് മറ്റേത് എന്ത്? റെഡ് ചില്ലി പൗഡർ. ഓക്കെ.
ഹൈ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലാണ്. ഹൈ ഫ്ലെയിമിലാണ്. റെഡ് ചില്ലി പൗഡർ ഒന്ന് ലോ ഫ്ലെയിമിലാക്കട്ടെ. പഞ്ചസാര റെഡ് ചില്ലി പൗഡർ ഇത് കയ്യില് എന്റെ കയ്യിലുണ്ടല്ലോ. അവിടെ നോക്കണ്. 1.5 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ, 1.5 തീർത്തന്നെ കുഴപ്പമില്ല. അത് ഇഞ്ചി വെളുത്തുള്ളി ആക്കിയതല്ലേ, അപ്പൊ ഇത് കരിയല്ലേ? അങ്ങനെ പറ്റി കേട്ടോ. ഞാനതാ പറഞ്ഞു, ഞാൻ എടുത്തു വെക്കാണ്. 1.5 1 രണ്ടെണ്ണത്തെ എനിക്കറിയില്ല. അര ചിക്കൻ മസാല എപ്പോഴാണ്? ഇപ്പൊ തന്നെ. എന്തിനാ ടെൻഷൻ ആവണേ? നാരങ്ങ വെള്ളം വേണോ? വേണ്ട. ഒരു പതുക്കെ പോവൂ. ഒറ്റ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. പതുക്കെ ചെയ്യമ്മ, ആർക്കും ഒരു ധൃതിയില്ല. ഇല്ലില്ല. എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവണേ? എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ റെഡി ആക്കാം. എന്ത് നാടൻ കോഴിയോ പച്ചക്കയോ? ശരി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ കിട്ടി. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഓ, പുറത്തേക്ക് പോകണമെന്നും കുഴപ്പമില്ല. ശരി ആയിക്കോട്ടെ. ചിക്കൻ എനിക്ക് കുറച്ചും കൂടി എനിക്ക് മസാല ഇഷ്ടമായതുകൊണ്ട് 1.25 മതിയോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഈ ഇടും. അല്ല വേണ്ട, കണ്ണൻ ഇഷ്ടം പോലെ ചെയ്യും. മതിയോ ചോദിച്ചത്. എന്നിട്ട് ഉപ്പ് എവിടെ? അപ്പുറമാണ്. ഉപ്പ് 1.5 ടേബിൾ സ്പൂൺ. അത് നോക്കിയിട്ട് കാര്യമില്ല, അത് അവനവന്റെ അനുസരിച്ച് ഇടണം. അതെ, ഒരു 1 ടേബിൾ സ്പൂൺ. അയ്യോ, ടീസ്പൂൺ. കണ്ണേട്ട ഉപ്പ് കണ്ണേട്ടന്റെ അളവിനിടൂ. ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും ഇടാതെ. കഴിക്കാനുള്ളതാണ്. സാധാരണ ഇത്ര ഇടുള്ളൂ. മതി. അത്ര ഞാൻ ഇടാറുണ്ട്. ഉപ്പ് ആവശ്യത്തിന് അങ്ങനെ എഴുതിയാൽ മതി. സൂപ്പറായിട്ട് കണ്ണേട്ടാ. ഗോ ഓൺ. ടെൻഷൻ ആവാതെ ചെയ്യൂ. അല്ല, ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ ഒറ്റ ഉള്ളൂ. എന്ത്? ഇതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടെന്ന് വെക്ക്. എന്തിനാണ് ബാക്കപ്പ്? നമുക്ക് വെള്ളം പറഞ്ഞ ചോറുന്ന. ശരി, പിള്ളേര് കഴിക്കില്ലല്ലോ. പിന്നെന്താ? കീപ് ഗോയിങ്. ഞാൻ ആലോചിക്കണം, ഇങ്ങനെ എന്നെ പഠിക്കുക. ഇതിൽ ഞാൻ എന്തിനാ വെള്ളം ഒഴിക്കണം? ഞാൻ അയ്യോ വേവണ്ടേ? വേവണല്ലേ? ശരി, ഉപ്പ് ഇട്ടു. ബേസിക്കലി ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ പാടുള്ളൂ. അയ്യോ, നാടൻ കോഴി വേവില്ല. വേവില്ലേ? എന്റെ ഞാൻ ചെയ്യുന്ന രീതി ഇത് തമ്മിൽ എന്താ വ്യത്യാസം വന്നറിയാം? നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ഒഴിക്കാം. വെള്ളം ചൂടുവെള്ളമാണ്. ഓ, വെള്ളത്തിന്റെ അളവ് നീ പറഞ്ഞോ. അവിടെ നിൽക്കട്ടെ. ചിക്കൻ്റെ വെള്ളം വരുമല്ലേ? വരും. നന്നായി മിക്സ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ബ്രൗൺ ഒന്നും ആവില്ല. എന്താണ് ഈ ബ്രൗൺ ആവല് കണക്കെന്ന് എനിക്ക് ഇപ്പോൾ വരയ്ക്കും പിടി കിട്ടിയിട്ടില്ല. ചിലപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ആദ്യം വെള്ളയും പിന്നെ ബ്രൗൺ ആവുക. അങ്ങനെയൊന്നും ആവില്ല. സൂപ്പറായിട്ട്. ഓ, സൂപ്പറായിട്ട്. ശരി, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. വേണ്ട, അതൊന്ന് വരും. ഓക്കെ, 10 മിനിറ്റ്സ്. അത് കയ്യിലൊക്കെ വൃത്തിയാക്കും. അങ്ങനെയല്ല, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കയ്യിലൊക്കെ വൃത്തിയാക്കും. കുറച്ചും കൂടി കയ്യിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മസാലകൾ കളയണ്ട. മതി. എന്നിട്ട് നന്നായി തിളയ്ക്കാൻ വെക്കും. നല്ല മീഡിയം ഹൈയിൽ പോട്ടെ കാര്യങ്ങൾ. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ തിളച്ച് മറിയണം. അടച്ചു വെക്കട്ടെ. 10 മിനിറ്റാണ് കണക്ക്. അത് പറ്റില്ല എന്തായാലും. അല്ലേ, നാടൻ ചിക്കൻ പറ്റില്ല. ഓക്കെ. ചിക്കൻ നമ്മൾ 20 മിനിറ്റ് വെള്ളം ചൂടാക്കിയതല്ലേ ഉള്ളൂ അല്ലേ?
നിന്റെ വിനീസ് കിച്ചണിൽ ഒന്ന് അടിച്ചുണ്ടാക്കിയ പൊറോട്ട റെഡിമെയ്ഡ് പൊറോട്ടയല്ല, റെഡിമെയ്ഡ് പൊറോട്ട തന്നെ. ഞാൻ അടിച്ചതാണ്. ഓ, റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങി അടിച്ചതാണോ? റെഡിമെയ്ഡ് പൊറോട്ട വാങ്ങി അടിച്ചതാണ്. ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പൊ അത് വാങ്ങിയിട്ട് അപ്പുറത്തെ പൊറോട്ട കരിയുന്നു. നീ അച്ഛനെ കോൺസെൻട്രേറ്റ്. ശരി, എങ്ങനെയുണ്ട് മനു? ഓ, കളർ നന്നായിട്ട് അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് നോക്ക്. അല്ല, ആദ്യം ഇത് എടുക്കൂ, ഫോട്ടോ എടുക്കൂ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് വേറെ വെച്ചിട്ട് ഫോട്ടോ എടുത്താൽ മതി. നോക്കട്ടെ. ഫോട്ടോ എടുക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ ഉണ്ടാക്കണം. ഇത് എടുത്തിട്ട് ഈ ചിക്കൻ ഇങ്ങനെ പിടിച്ചിട്ട് അതിലേക്ക് കുറച്ചിങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്നെ കഴിക്കും. കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. പിന്നെന്താ, അവനവൻ ഉണ്ടാക്കുന്നിട്ട് അത് നന്നായി വരുമ്പോഴുള്ള സമാധാനവും സന്തോഷവും വേറെ. ബട്ട് സംതിങ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഞാൻ നോക്കാം. ഉപ്പാണ്. ഉപ്പ് അല്ലേ? ഉപ്പ് മാത്രമാണ്. ഉപ്പ് മാത്രം, അത് ഞാൻ ഇടാം. ഉപ്പ് മാത്രം, ബാക്കിയെല്ലാം എരമ്പിൻ്റെതാ. ചിക്കനൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമോ? നിനക്ക് കഴിക്കണം? അവർക്ക് ഞാൻ കൊടുക്കാം, കഴിച്ചോളൂ. അപ്പോൾ താങ്ക് യു. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങനെ ഓരോ ഇന്റർവെല്ലുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊരു തുടക്കം മാത്രം. Vinny's Kitchen.